ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ബണ്ണി ഉണ്ടായിരുന്നു. നമുക്കൊരു ബണ്ണി ചോക്ലേറ്റ്. ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാനിത് പല പ്രാവശ്യം ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. കാരണം എനിക്ക് ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇവനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓക്കെ, കുറേ നാളായാലും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നവർക്ക് ഞങ്ങൾ എടുത്തതാണേ. അപ്പം നമുക്ക് ഇവൻ്റെ റിബണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബണ്ണി ചോക്ലേറ്റിനെ ഒന്ന് ഓപ്പൺ ചെയ്താലോ. നമുക്ക് ഇവൻ്റെ ഗോൾഡൻ കവറൊക്കെ ഒന്ന് അടിക്കാം. വേണ്ട, ഞാൻ അടിക്കുകയാണ്. അയ്യോ, ഇത്രയും ദിവസം ബണ്ണി ഇങ്ങനെ നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നേ. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇനി എനിക്ക് പോകുമ്പോൾ കുഞ്ഞാപ്പിക്കൊരെണ്ണം വാങ്ങിച്ചോണ്ട് പോകണം. മെറ്റാവുമെന്ന് അറിയത്തില്ല, എന്നാലും വാങ്ങിച്ചോണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബണ്ണിയെ നോക്കിയ ബണ്ണിയുടെ ഉടുപ്പൂരി നേക്കഡ് ബണ്ണി. നേക്കഡ് ബണ്ണിയെ കണ്ട എല്ലാവരും നമ്മളിപ്പോൾ അവനെ കഴിക്കുന്നതായിരിക്കും. കുറെ ദിവസമായിട്ട് അവനിങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെയും കൺട്രോൾ പോയി. ഇനി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീ ആൻഡ് മൈ ബണ്ണി. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമുക്ക് കടിച്ചു നോക്കാം ബണ്ണിയെ. സോറി ബണ്ണി. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണോ? നമ്മൾ ഒത്തിരി ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണേ. നല്ല അടിപൊളി ടേസ്റ്റ്.